ആകാശവാണി. അവധിക്കാലവും കുട്ടികളിലെ മാനസികാവസ്ഥയും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. അവധിക്കാലം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വിശ്രമകാലമാണ്. ഓരോ വേനൽ അവധിക്കാലവും ഓരോ അധ്യയന വർഷത്തിന്റെ പര്യവസാനം കൂടിയാണ്. പഠനത്തിന്റെ ബദ്ധപ്പാടുകളില്ലാതെ സ്വാതന്ത്ര്യത്തോടെ കഴിച്ചുകൂട്ടേണ്ട കാലം. രക്ഷിതാക്കൾക്കും ഒരളവ് വരെ ആശ്വാസകാലം തന്നെ. മുൻകാലങ്ങളിലെ അവധിക്കാലം ഓരോ കുഞ്ഞിനും ഓരോ രീതിയിൽ ആസ്വാദ്യവും വ്യത്യസ്തവും ജീവിതാന്ത്യം വരെ മധുര സ്മരണ നിലനിർത്തുന്നതുമായിരുന്നു. സ്കൂൾ അടയ്ക്കുന്നതിനു മുൻപേ നാട്ടിൽ പോകുന്നതിന് അവർ തയ്യാറെടുപ്പ് തുടങ്ങും. വലിയ മുൻകരുതലുകളൊന്നും അവർക്ക് വേണ്ടായിരുന്നു. അമ്മയും അച്ഛനും കുട്ടികളെ കൊണ്ടാക്കി 2-3 ദിവസം കഴിഞ്ഞാൽ അവരവരുടെ ജോലിസ്ഥലത്തേക്ക് മടങ്ങും. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും മറ്റു ബന്ധുക്കളും സമപ്രായക്കാരുമൊക്കെയായി സ്വാതന്ത്ര്യത്തോടെ 2 മാസവും കഴിച്ചുകൂട്ടും. ഒടുവിൽ തിരിച്ചു പോരുമ്പോൾ നെഞ്ചു പിടയുന്ന വേദന. അടുത്ത അവധിക്കാലത്തിന് വേണ്ടിയുള്ള കൊതിയോടെയുള്ള കാത്തിരിപ്പ്. നാട്ടിലുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ നഗരത്തിലെ ബന്ധുവീടുകളിലേക്ക് വരും. പുതിയ സാഹചര്യവും കാഴ്ചകളും ഒക്കെ പരിചയിച്ച് അവരും കടന്നുപോകും. തറവാട്ടിലെത്തുന്ന കുട്ടികൾക്കാണ് തങ്ങളുടെ ബന്ധുക്കളുമായി ഒത്തുചേരാനും പ്രകൃതിയിലേക്ക് ഇറങ്ങി കളിക്കാനും രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാനും ഒക്കെയുള്ള അവസരം കൂടുതൽ ലഭിക്കാറുള്ളത്. നഗരവിശേഷങ്ങൾ കേട്ടും അത്ഭുതം കൂറിയും നാട്ടിൻപുറത്തെ കുട്ടികൾ തങ്ങളുടെ സമപ്രായക്കാരുമായി നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ അവധിക്കാലം കഴിച്ചുകൂട്ടും. അവധിക്കാലം ഉത്സവങ്ങളുടെ കാലം കൂടിയാണ്. എല്ലാ ആരാധനാലയങ്ങളിലും ഉത്സവം. എല്ലാ വൃക്ഷങ്ങളും ഫലങ്ങൾ നൽകുന്ന കാലം. ഓരോ അവധിക്കാലവും മാമ്പഴത്തിന്റെയോ ചക്കപ്പഴത്തിന്റെയോ നാടൻ പഴങ്ങളുടെയോ രുചിസ്മരണയില്ലാതെ കടന്നു പോകില്ല. രാവിലെ ഉറക്കമുണർന്നാൽ പ്രഭാതകൃത്യങ്ങൾ കഴിച്ചെന്ന് വരുത്തി പുറത്തിറങ്ങിയാൽ സന്ധ്യയാവും ഓരോരുത്തരും വീടണയാൻ. മരത്തിൽ കയറുക, കുളത്തിലോ കായലിലോ ഒക്കെ നീന്തിക്കളിക്കുക, തുറസായി കിടക്കുന്ന വയലിൽ നാടൻ കളികളിൽ ഏർപ്പെടുക എന്നിങ്ങനെ ഓരോ ദിവസവും വൈവിധ്യപൂർണമാക്കും അവർ. അതിനിടെ മുത്തശ്ശിയോ അമ്മയോ ഒക്കെ കൊടുക്കുന്ന ഭക്ഷണം എല്ലാവരും കൂടി പങ്കിട്ട് കഴിക്കും. രാത്രിയായാൽ കുളി, നാമജപം, മുത്തശ്ശിയോ മുത്തശ്ശനോ പറയുന്ന കഥകൾ കേൾക്കുക, അവരുടെ അനുഭവങ്ങൾ കേട്ട് മനസ്സിലാക്കുക. പിന്നെ നാടൻ ഭക്ഷണവും കഴിച്ച് ഉറക്കത്തിലേക്ക്. സുന്ദര സ്വപ്നങ്ങളും തെളിഞ്ഞ മനസ്സുമായി ഭാരമേതുമില്ലാതെ മറ്റൊരു പ്രഭാതത്തിലേക്ക്. ഈ രീതികൾ കുട്ടികളിലെ മാനസിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. കുട്ടികൾ അനുഷ്ഠാനം, ഉൾക്കാഴ്ച, പെരുമാറ്റം, ബഹുമാനിക്കേണ്ട രീതി ഇവയൊക്കെ സ്വായത്തമാക്കുന്നത് ഓരോ അവധിക്കാലത്തുമാണ്. എന്നാൽ ഇന്ന് അവധിക്കാലം കുട്ടികൾക്ക് അന്ന് വരെയുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്രമീകരണത്തിലേക്ക് മാറുന്നേയുള്ളൂ. മൊബൈൽ ഫോൺ, ടാബ്, TV, വീഡിയോ ഗെയിംസ് എന്നിങ്ങനെ സാങ്കേതിക വിദ്യയോട് അടുപ്പമുള്ളവ കുട്ടികളുടെ സമയം അപഹരിക്കുന്നു. പുറത്ത് കളിക്കാൻ പോകുന്നത് തന്നെ കുറവ്. ഇത് അവരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു. മാതാപിതാക്കൾ തൊഴിൽ സംബന്ധമായ തിരക്കിലായതിനാൽ അവരുമായി സമയം പങ്കിടുന്നതും കുറവ്. ഈ രീതി ഇന്നത്തെ കുട്ടികളിൽ ബന്ധങ്ങളോടുള്ള അടുപ്പമില്ലായ്മ, ശ്രദ്ധക്കുറവ്, ക്ഷമയില്ലായ്മ, എന്തിനും ഏതിനും ആശങ്കയും ഉത്കണ്ഠയും ഒറ്റപ്പെടൽ എന്നിവയാണ് നൽകുന്നത്. സമൂഹ മാധ്യമങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും സ്വാധീനം വല്ലാത്തൊരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും വിഷാദപ്പെടുന്ന ഇന്നത്തെ തലമുറ തിരുത്തപ്പെടേണ്ടത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഒരു നേരമെങ്കിലും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ജീവിതത്തിലെ നേട്ടങ്ങളെയും ജയങ്ങളെയും കുറിച്ച് മാത്രം പറയാതെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും കൂടി ചർച്ച ചെയ്തു പോകുകയും അവരുടെ അഭിപ്രായത്തിന് കാതോർക്കുകയും ചെയ്യുമ്പോൾ ഒരളവ് വരെ ഇന്നത്തെ കുട്ടികളിലെ വിഷാദവും ഒറ്റപ്പെടലും ഒക്കെ ഇല്ലാതാവും. പഴയ കാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥിതി, മുതിർന്നവരുടെ സ്വാധീനം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വൈകാരിക അടുപ്പം ഇവയൊക്കെ പുതിയ തലമുറയിൽ മറ്റു പലതുമായി മാറി. അണുകുടുംബം, ഡിജിറ്റൽ മീഡിയകളുടെ അമിത സ്വാധീനം, മാനസിക വ്യാപാരങ്ങൾ പങ്കുവെക്കുന്നതിലുള്ള കുറവ് ഇവയൊക്കെ കുട്ടികളിൽ മാനസിക പിരിമുറുക്കത്തിന് കാരണമാകുന്നു. ഇന്നത്തെ കുട്ടികളിൽ മൊബൈൽ ഫോൺ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല.
ചിന്തകളിലൂടെ സർഗാത്മകമായി പ്രവർത്തിക്കാനുള്ള കഴിവിനെ ഇത് ഇല്ലാതാക്കുന്നു. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കുട്ടികളിൽ എന്ന പോലെ മുതിർന്നവരിലും മാനസികാരോഗ്യത്തിന് പോരായ്മകൾ വരുത്തിയിട്ടുണ്ട്. അവധിക്കാലത്ത് കുട്ടികൾ മൊബൈൽ ഫോണിനും സമൂഹ മാധ്യമങ്ങൾക്കും അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് തടയുന്നതിന് 18 വയസ്സ് തികയാത്ത കുട്ടികൾ തനിയെ മൊബൈൽ ഉപയോഗിക്കുന്നില്ലെന്നും രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ എന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. കമ്പ്യൂട്ടർ ഗെയിമുകൾക്കും കാർട്ടൂണുകൾക്കും വ്യക്തമായ സമയക്രമം നിശ്ചയിക്കുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ സഹായിക്കും. ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനൊപ്പം അവരെ മണ്ണും പ്രകൃതിയുമായി ഇണങ്ങി വളരുന്നതിന് പ്രോത്സാഹനം നൽകാൻ ഈ അവധിക്കാലം വിനിയോഗിക്കാം. സുരക്ഷിതവും അർത്ഥപൂർണവുമായ ഒരു അവധിക്കാലം കുട്ടികൾക്ക് സമ്മാനിക്കാൻ മുതിർന്നവരുടെ ജാഗ്രത അനിവാര്യമാണ്. കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കേണ്ടതിനെക്കുറിച്ച് സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മുൻ ഹൈസ്കൂൾ അധ്യാപികയുമായ ഡോക്ടർ സിന്ധു BK-യുടെ വാക്കുകളിലേക്ക്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളിലെ മൊബൈൽ ഉപയോഗം ഒരു സാധാരണ ശീലം എന്നതിലുപരി ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്, മനഃശാസ്ത്രപരമായ ആശ്രിതത്വമായി മാറുന്നുവെന്നതാണ്. കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് വെറും വിനോദത്തിനായല്ല, അത് അവരുടെ കോമ്പൻസേഷൻ ഓഫ് ലോൺലിനെസ്, ബോറടിക്കൽ ഒഴിവാക്കൽ, ഉടൻ ലഭിക്കുന്ന സന്തോഷം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നിവയ്ക്കാണ്. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം മാത്രം മതിയാകില്ല. അതിനു പകരം കുട്ടികളുടെ മനസ്സിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനെ ആരോഗ്യകരമായ രീതിയിൽ നിറവേറ്റുകയാണ് പ്രധാനം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ ക്ലിയർ ബൗണ്ടറീസ് ഉണ്ടാകണം. ദിവസത്തിൽ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കാം, ഏത് സമയത്ത് ഉപയോഗിക്കരുത്, എന്നാൽ അതും ഒരു നിയന്ത്രണമായി തോന്നാതെ ഒരു ഫാമിലി എഗ്രിമെൻ്റായി അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ സഹകരിക്കും. കുട്ടികൾക്ക് ഓൾട്ടർനേറ്റീവ് എൻഗേജ്മെൻറ്റ് നൽകണം. ഒരു കുട്ടി മുഴുവൻ സമയവും മൊബൈലിൽ ചിലവഴിക്കുന്നത് മറ്റൊന്നും ഇല്ലാത്തതിനാലാണ്. അതിനാൽ അവധിക്കാലം ഒരു വലിയ അവസരമാക്കി മാറ്റുക. കുട്ടികൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്ന സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ലഭിക്കുമ്പോൾ മൊബൈലിനോടുള്ള ആകർഷണം സ്വാഭാവികമായി കുറയും. ക്വാളിറ്റി ഫാമിലി ടൈം, അതായത് അവരോടൊത്ത് രസകരമായ സംഭാഷണം, കൂട്ടായി കളിക്കൽ, ചെറിയ യാത്രകൾ, ഇവയെല്ലാം കുട്ടികളുടെ മാനസിക ബന്ധം, സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റ് ശക്തമാക്കും. കുട്ടികളുമായി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ചെറിയ ഉത്തരവാദിത്തങ്ങൾ നൽകുക, പുതിയ കഴിവുകൾ പഠിപ്പിക്കുക, പ്രകൃതിയോടടുപ്പിക്കുക. ഇതെല്ലാം കുട്ടികളിൽ വ്യക്തിത്വ വളർച്ചയ്ക്ക് സഹായിക്കും. മൊബൈൽ ഒഴിവാക്കുക എന്നതല്ല ലക്ഷ്യം. അതിനു പകരം കുട്ടികളുടെ ജീവിതം മീനിങ്ഫുൾ ആക്കുക എന്നതാകട്ടെ ലക്ഷ്യം. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെയോ മുതിർന്നവരുടെയോ സാമീപ്യം ഏറെ ആവശ്യമുള്ള ഒരു സമയമാണ് അവധിക്കാലം. ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷവേളകളുടെ സമയം കൂടിയായതിനാൽ അവധിക്കാലത്തിന്റെ പൊലിമ ഏറും. ഉത്സവകാലം പൂർവികരുടെ വീടുകൾ സന്ദർശിക്കാനും സാംസ്കാരിക മൂല്യങ്ങൾ കൈമാറാനും കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുമുള്ള അവസരം കൂടിയാണ്. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ബാല്യകാല സ്മരണകൾ നൽകാൻ അവധിക്കാലങ്ങൾക്ക് കഴിയുന്നു. അവധിക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളുടെയും കളിക്കേണ്ട കളികളുടെയും പോകേണ്ട സ്ഥലങ്ങളുടെയും ഒക്കെ പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുന്നവരാണ് മിക്ക കുട്ടികളും. അത്തരത്തിൽ തന്റെ അവധിക്കാല പദ്ധതികളെക്കുറിച്ച് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമാൻ ആകാശവാണി വാർത്തകളോട്. എന്റെ അവധിക്കാലം ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും യാത്രകൾ പോവുകയും അതിനെപ്പറ്റി എഴുതുകയും പഠിക്കുകയൊക്കെയാണ് എന്റെ ആഗ്രഹം. പിന്നെ സമ്മർ ക്ലാസ്സിന് വേണ്ടി ഫുട്ബോളിന് പോവുകയും ചെയ്യും. പുതിയ ശീലങ്ങൾ പഠിക്കണം. എന്റെ റൂം വൃത്തിയാക്കി വെക്കണം. നല്ല ഭംഗിയായിട്ട് വെക്കുകയും ചെയ്യണം. ഈ അവധിക്കാലത്ത് എനിക്ക് കീബോർഡും ഗിറ്റാറും പഠിക്കണമെന്നുണ്ട്. ഇതൊക്കെയാണ് എന്റെ അവധിക്കാലത്തെ ആഗ്രഹങ്ങൾ. സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കാൻ പാകത്തിൽ കുട്ടികളിൽ മനുഷ്യത്വത്തിന്റെയും സഹാനുഭൂതിയുടെയും വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന കുടുംബാന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്.
മുതിർന്നവർ എങ്ങനെയാണോ അച്ഛനമ്മമാരോട് പെരുമാറുന്നത്, അവരെ ബഹുമാനിക്കുന്നത്, അവരുടെ വേദനകളിൽ ആകുലപ്പെടുന്നത്, ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും നിഷ്ക്രിയമായ ഒരു സമൂഹത്തിന്റെ ഭാഗമാകാൻ കഴിയില്ല. അവധിക്കാലത്ത് കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കുകയും വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിക്കാൻ അവരെ പഠിപ്പിക്കുകയും വേണം. ചുരുക്കത്തിൽ കേരളത്തിലെ വേനൽക്കാല അവധി എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നുള്ള ഒരു ഇടവേള എന്നതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. അവധിക്കാലം കുട്ടികൾക്ക് എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നതിനെക്കുറിച്ച് സാഹിത്യകാരനും അധ്യാപകനുമായ ജോർജ് ഓണക്കൂർ ആകാശവാണി വാർത്തകളോട്. വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ കടന്ന് പുറത്ത് ഇറങ്ങി പൊതുവേദികളിൽ ഒരുമിക്കാനുള്ള വഴികൾ തേടുക എന്നുള്ളതാണ് അവധിക്കാലങ്ങളിൽ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നല്ല വായന അനുഭവം, പുസ്തകങ്ങൾ വായിക്കുക, ചെറിയ ചെറിയ സംഘങ്ങളായി ചേർന്ന് വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് ചർച്ചകൾ ചെയ്യുക, അനുഭവങ്ങൾ പങ്കുവെക്കുക, ഇത് നമ്മൾ എപ്പോഴും ചെയ്തിരുന്ന ഒരു കാര്യമാണ്, കുട്ടികൾക്ക് ചെയ്യാവുന്നതുമാണ്. അതുപോലെ നാം കണ്ടൊരു സിനിമയെക്കുറിച്ച് ഒരു ചെറു സംഘം വിലയിരുത്തുന്ന, അപ്പൊ കൂടുതൽ ശക്തമായി, ഹൃദ്യമായി, കൃത്യമായി അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള ചെറിയ സർഗ വികസനത്തിനുള്ള ക്യാമ്പുകൾ നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. ചിത്ര രചനാ ക്യാമ്പുകൾ, അതുപോലെ സാഹിത്യ ക്യാമ്പുകൾ, കഥ എഴുതാൻ, കവിത എഴുതാൻ ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഒത്തുചേർന്ന് അത് എഴുതാൻ അന്തരീക്ഷമുണ്ടാക്കുക, അവസരമുണ്ടാക്കുക, അത് ചർച്ച ചെയ്യുക എന്ന് വന്നാൽ തീർച്ചയായും ഒരു സ്വാഭാവികമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. അത് വീടുകളാവാം, സ്ഥലങ്ങളാവാം, പൊതു താല്പര്യമുള്ള ഇടങ്ങളാവാം. സമാന അഭിരുചിയുള്ള ആളുകൾ ഒത്തുചേർന്ന് ഇത്തരം സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്താൻ തീർച്ചയായും അവധിക്കാലം വലിയ ഒരു അവസരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരുന്ന പ്രായത്തിൽ തന്നെ ബന്ധങ്ങളുടെയും സന്തോഷത്തിന്റെയും സ്വയം തിരിച്ചറിയലുകളുടെയും ഊഷ്മളമായ അനുഭവങ്ങളാണ് അവധിക്കാലം കുട്ടികൾക്ക് നൽകുന്നത്. പ്രകൃതിയുമായി കൂടുതൽ അടുക്കാനും തനതായ ഭക്ഷണങ്ങൾ ആസ്വദിക്കാനും പുതിയ കഴിവുകൾ പഠിക്കാനും അതുവഴി ബാല്യകാലത്തെ അർത്ഥവത്തായ രീതിയിൽ രൂപപ്പെടുത്താനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ. പാരമ്പര്യത്തെ വിലമതിക്കാനും മുതിർന്നവരോടുള്ള ബഹുമാനം, സഹകരണം, സഹാനുഭൂതി തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും ഈ അവധിക്കാലം വിനിയോഗിക്കപ്പെടട്ടെ. വേനൽ അവധിക്കാലം വിനോദത്തിന്റെയും പഠനത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും ഇടയിലുള്ള സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കട്ടെ. അവധിക്കാലവും കുട്ടികളിലെ മാനസികാവസ്ഥയും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ. അവതരണം ബിന്ദു വിനോദ്.